സിനിമാ പ്രേമികൾ ഈ വർഷം ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ് ഇന്ത്യൻ 2. 1996 പുറത്തിറങ്ങിയ ഇന്ത്യൻ്റെ ആദ്യ ഭാഗം ബോക്സ് ഓഫീസ് റെക്കോർഡുകൾക്കൊപ്പം ദേശീയ സംസ്ഥാന അവാർഡുകൾ നേടിയിരുന്നു. 28 വർഷങ്ങൾക്കു ശേഷം കമൽഹാസനും ശങ്കറും ഒന്നിക്കുമ്പോൾ ആദ്യ ഭാഗത്തിന് മുകളിൽ നിൽക്കുന്ന രണ്ടാം ഭാഗമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. 2022 ചിത്രീകരണം പുനരാരംഭിച്ച സിനിമയുടെ റിലീസ് തീയതി കഴിഞ്ഞ മാസമാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നടന്നിരുന്നു. ഇന്ത്യൻ 2-ൻ്റെ അണിയറ പ്രവർത്തകർക്കൊപ്പം തമിഴ് സിനിമാ ലോകത്തെ പല താരങ്ങളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അനിരുദ്ധാണ് ചിത്രത്തിൻ്റെ സംഗീതം നിർവഹിക്കുന്നത്. മലയാള നടൻ നെടുമുടി വേണു സിനിമയുടെ ഭാഗമായിരുന്നു. എന്നാൽ ചിത്രീകരണത്തിനിടെയാണ് നെടുമുടി വേണു അന്തരിച്ചത്. പിന്നീട് മറ്റൊരു ആർട്ടിസ്റ്റിനെ വെച്ച് ചിത്രീകരണം തുടർന്നു. നെടുമുടി വേണുവുമൊത്ത് ചെയ്യേണ്ടിയിരുന്ന സീനുകളെക്കുറിച്ച് കമൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. ആദ്യ ഭാഗത്തിൽ പ്രധാനപ്പെട്ട വേഷം ചെയ്തയാളായിരുന്നു നെടുമുടി വേണു. ഈ സിനിമയിലും അദ്ദേഹത്തിൻ്റെ കഥാപാത്രമുണ്ടായിരുന്നു. എന്നാൽ ഇതിൻ്റെ ഷൂട്ടിംഗ് ഇടക്കാലത്ത് നിന്നുപോയ സമയത്താണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞത്. പിന്നീട് നെടുമുടി വേണുവിനെ പോലെ ഉള്ള മറ്റൊരു ആർട്ടിസ്റ്റിനെ വെച്ച് അദ്ദേഹത്തിന് സീനുകൾ ചെയ്യേണ്ടി വന്നു. നെടുമുടി വേണുവിൻ്റെ കഥാപാത്രത്തെ കെട്ടിപ്പിടിച്ച് ഒരു ഡയലോഗ് പറയേണ്ട സീൻ സിനിമയിലുണ്ടായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം നമ്മളെ വിട്ടുപോയത്. പകരം വന്ന ആർട്ടിസ്റ്റിനെ കെട്ടിപ്പിടിച്ച് ഡയലോഗ് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വേണുവിൻ്റെ രൂപമാണ് വന്നത്. അദ്ദേഹത്തെ ഞാൻ ആ സമയത്ത് വല്ലാതെ മിസ് ചെയ്തു. നിറകണ്ണുകളോടെയാണ് ഞാൻ ആ സീൻ ചെയ്തു തീർത്തത്, കമൽഹാസൻ പറഞ്ഞു. കമലിന് പുറമെ സിദ്ധാർത്ഥ്, SJ സൂര്യ, ബോബി സിംഹ, കാജൽ അഗർവാൾ, രാഹുൽ പ്രീത് സിംഗ്, സമുദ്രകനി, വിവേക്, മനോബാല, ബ്രഹ്മാനന്ദം, പ്രിയ ഭവാനി, ശങ്കർ തുടങ്ങി വൻ താരനിര ചിത്രത്തിലുണ്ട്. രണ്ടാം ഭാഗത്തിന് തുടർച്ചയായി ഇന്ത്യൻ 3-ാം ഭാഗവും ഉണ്ടാകുമെന്നും അടുത്ത വർഷം ആദ്യം ഇന്ത്യൻ 3 തിയേറ്ററുകളിൽ എത്തുമെന്ന് ശങ്കർ പറഞ്ഞു.